നിങ്ങൾ തുള്ളിയിട്ട് കാര്യമല്ല, വീണമോൾ വഴിതെറ്റിച്ചു പോവാ. കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് MP പ്രത്യേക താല്പര്യത്തിൽ വിളിച്ചുകൊണ്ടുവരുന്നത് പ്രധാനമന്ത്രി MP നമ്മുടെ ഒരു മണ്ഡലത്തിലെ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന അഭിമാനമല്ലേ? കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത്. അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്കിന്റെ ഇഞ്ചക്ഷനോ IV സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് വിട്ടുകൊടുക്കത്തില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷന് കെട്ടിയിട്ടിരിക്കുന്നത്? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. എവിടുന്ന് കിട്ടിയ വിവരമായി? ആശുപത്രി പൊതിച്ചോറ് കൊടുക്കുന്നവർ നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലാ ആശുപത്രി സന്ദർശനത്തിനെത്തിയപ്പോ പിന്നെ സഹിതം ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ പരാതിയുമായി ചെന്നതാണ്. ആ സമയത്ത് അവിടെ ഡൈക്ലോഫിനാക്കിൻ ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നു, IV സെറ്റ് ഇല്ലായിരുന്നു, പാരസിറ്റമോൾ ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നു. കള്ളപ്പന്നി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പ്രധാനമന്ത്രി ഒരു പദ്ധതി കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള വസ്തുതയല്ലേ? അതിപ്പോ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ പ്രശ്നമാണ്? ഇന്ദു ചേച്ചിക്ക് ആരാണ് സഖാവ് M മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു. സഖാവ് M മുകേഷിന് ഒരു ചരിത്രമുണ്ട്. സഖാവ് M മുകേഷ് ചരിത്രം എല്ലാവർക്കും അറിയാം. നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ, കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ മുകേഷ്? അതുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം? വളരെ ആർജവത്തോടു കൂടി ഞങ്ങൾ പറയുന്നു, അങ്ങനെ ഒരു തുക വേണ്ടെന്ന് പറയുവാൻ തുടക്കം തൊട്ടേ ധൈര്യം കാണിക്കുകയും അതിന് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് സഖാവ് M മുകേഷിന്റെ രാഷ്ട്രീയ പാർട്ടി. അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് രാജ്യത്തെ ഏറ്റവും വലിയ കള്ളപ്പണം ഉണ്ടാക്കി CPM പറയുന്നത്. നാണം കെട്ട് ഞാനൊന്ന് കിടക്കട്ടെ. പറഞ്ഞോ. നിങ്ങൾ തുള്ളിയിട്ട് കാര്യമല്ല, വീണമോൾ വഴിതെറ്റിച്ചു പോവാ. കേരളത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി ഇവിടെ പ്രസക്തമാവുകയാണ്. 57,000 കോടി രൂപയെന്ന് KN ബാലഗോപാൽ പറഞ്ഞത് സുപ്രീം കോടതിയിൽ നിങ്ങൾ പറയാഞ്ഞത് എന്താ? ബിന്ദുകൃഷ്ണ, കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? കേന്ദ്രത്തിന്റെ എന്റെ അഭിപ്രായം പറയാം മോളെ, നീ ആരടി? എന്തെന്നും അത് ഈ പറയുന്നല്ലോ. ഈ ചാനൽ